നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൊഡ്യൂൾ 4-ലെ ഫ്ലോ കൺട്രോൾ വാൾവുകളെ സംബന്ധിച്ചായിരുന്നു. അതിൽ ഗ്ലോബ് വാൾവ്, ഗേറ്റ് വാൾവ്, അങ്ങനത്തെ കുറച്ച് വാൾവുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ച് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ഫ്ലോ കൺട്രോൾ വാൾവാണ് സോളിനോയിഡ് വാൾവ്. ഈ സോളിനോയിഡ് വാൾവിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സാധാ വാൾവുകളെ പോലെ തന്നെയാണ്. ഒരു വാൾവ് എലമെൻറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാൾവ് ഓപ്പൺ ആവും. അത് ഡൗൺ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആവും. നമ്മൾ ഗേറ്റ് വാൾവും അതേപോലെ ഗ്ലോബ് വാൾവും ഒക്കെ പഠിക്കുമ്പോൾ അതിലൊരു വാൾവ് എലമെൻ്റ് ഉണ്ടാവും. ആ എലമെൻറ്റ് മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ ആ വാൾവ് ഓപ്പൺ ആവും. താഴേക്ക് അത് കംപ്ലീറ്റ്ലി ഡൗൺ ആവുന്ന സമയത്ത് ആ വാൾവ് ക്ലോസ്ഡ് ആവും, അല്ലേ? അപ്പോൾ എല്ലാ വാൾവിൻ്റെയും ഒരു ബേസിക് കോൺസെപ്റ്റ് അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സോളിനോയിഡ് വാൾവ് പഠിക്കുമ്പോൾ ഈ വാൾവിൻ്റെ ഓപ്പറേഷൻ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി, വാൾവിൻ്റെ ഓപ്പറേഷൻ മീൻസ് ഈ വാൾവ് എലമെൻറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുക, അത് താഴേക്ക് വരുന്ന സമയത്ത് ക്ലോസ് ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ സോളിനോയിഡ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാൾവ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. സോ ഈ സോളിനോയിഡ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്കായിരിക്കണം നിങ്ങളെ കോൺസെപ്റ്റ് കൂടുതൽ വരേണ്ടത്. എങ്കിലേ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഫിഗറിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് സോളിനോയിഡ് വാൾവിൻ്റെ ഒരു ഫിഗർ. ഈ രണ്ടാമത് കാണുന്ന ഈ ഫിഗർ ഈ സോളിനോയിഡ് വാൾവിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കാണിക്കുന്ന ഒരു സിമ്പിൾ ഫിഗറാണ്. എക്സാമിന് വരക്കേണ്ടത് ഈ ഫിഗറാണ്. സമയം കിട്ടുകയാണെങ്കിൽ ഈ ഫിഗർ തന്നെ വരക്കണം. ഇനി തീരെ സമയമില്ല ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഫിഗർ വരക്കാൻ പാടുള്ളൂ. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതാണ് ആക്ച്വൽ സോളിനോയിഡ് വാൾവ് എന്നാണ്. സോ വാൾവ് എലമെൻ്റ് കാണുന്നത് ഇവിടെയാണ്, പക്ഷെ ഇതിൽ എന്തില്ല, ആ വാൾവ് എലമെൻ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇനി അഥവാ കുറച്ച് സമയമുള്ളൂ പക്ഷെ അത് വരക്കും വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഫിഗർ വരച്ചിട്ട് ഈ വാൾവ് എലമെൻ്റ് ഉണ്ടല്ലോ അതും കൂടെ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, പക്ഷേ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് ഈ ഫിഗറാണ്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സോളിനോയിഡ് എന്ന് മനസ്സിലാക്കാം. എന്താണ് സോളിനോയിഡ്? ഇവിടെ സോളിനോയിഡ് വാൾവിൽ സോളിനോയിഡ് ഉദ്ദേശിക്കുന്നത് ഒരു കോയിൽ ഉണ്ടാവും. ഇത് കോയിലാണ്. ഈ ഒരു ഡോട്ട് കാണുന്നത് കോയിലാണ്. ഈ കോയിലിൻ്റെ ഉള്ളിൽ ഒരു പ്ലഞ്ചർ ഉണ്ടാവും. പ്ലഞ്ചർ മീൻസ് പ്ലഞ്ചറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്ലഞ്ചർ ഒരു അയൺ എലമെൻ്റ് ആണ്, ഒരു ഇരുമ്പ് ലോഹമാണ്. സോ നമുക്കറിയാം ഇരുമ്പ് ലോഹമാകുമ്പോൾ മാഗ്നറ്റിസം വന്നു കഴിഞ്ഞാൽ, കാന്തിക മണ്ഡലം വന്നു കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യപ്പെടും. ഒരു കാന്തത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ഇരുമ്പിൻ്റെ കഷ്ണം വെച്ച് കഴിഞ്ഞാൽ ആ ഇരുമ്പിനെ അട്രാക്ട് ചെയ്യും, നമുക്കറിയാം. അതേ ഒരു പ്രിൻസിപ്പിൾ തന്നെ ഇവിടെ ഉപയോഗിക്കുന്നത്. സോ ഈ സോളിനോയിഡ് എന്താണെന്നുള്ളത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോളിനോയിഡിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു കോയിൽ എടുത്തെന്ന് വിചാരിച്ചോ. നമ്മളൊരു കോയിൽ എടുക്കുകയാണ്. ഓക്കെ, ഈ ഭാഗത്തേക്ക് ഒരു കറണ്ട് സപ്ലൈ കൊടുക്കുകയാണ്, ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ്. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ സോളിനോയിഡിൻ്റെ ഉള്ളിലൂടെ, ഈ സോളിനോയിഡ് മീൻസ് ഒരു സിമ്പിൾ കോയിലാണ്. നിങ്ങളൊരു കോപ്പർ എടുത്തു, ആ കോപ്പർ ഒന്നിങ്ങനെ ചുറ്റി സ്പ്രിങ് പോലെയാക്കി, സ്പ്രിങ്ങിൻ്റെ ഒരു ഷേപ്പിലാക്കി മാറ്റി. സ്പ്രിങ് അല്ല, സ്പ്രിങ്ങിൻ്റെ ആ ഒരു ഷേപ്പ്. ഓക്കെ, അതിന് കോയിൽ എന്ന് വിളിക്കാം. അങ്ങനെ ഇതൊരു മെറ്റൽ കോയിലാണ്. ഒരു മെറ്റൽ, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു മെറ്റൽ പീസ് കൊണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഈ കോയിൽ രൂപത്തിലാക്കി മാറ്റി. ഓക്കെ, കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന വസ്തുക്കളൊക്കെ നമുക്ക് എന്ത് വിളിക്കാം, കണ്ടക്ടർ എന്ന് വിളിക്കാം. സോ ഈ കോയിലിലൂടെ ഈ കോയിൽ ഇങ്ങനെ ചുറ്റി കോയിൽ രൂപത്തിലാക്കി. ഈ കോയിൽ രൂപത്തിലാക്കുന്നതിന് നമുക്ക് സോളിനോയിഡ് എന്ന് വിളിക്കാം. വീണ്ടും ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ പറയാണ്ട്, പക്ഷേ സിമ്പിളി അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവുകയാണെങ്കിൽ ഒരു കണ്ടക്ടറിനെ ഇങ്ങനെ കോയിൽ രൂപത്തിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, സോളിനോയിഡ് എന്ന് വിളിക്കാം. ഇനി ഈ ഒരു കോയിലിലൂടെ ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കോയിലിൻ്റെ ഉള്ളിലൂടെ ആര് കയറി ഇറങ്ങും, ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഇലക്ട്രിസിറ്റി കയറി ഇറങ്ങും, ഇതുവഴി പോകും. അങ്ങനെ ഒരു കോയിലിൻ്റെ ഉള്ളിലൂടെ, ഒരു കോയിലിലൂടെ കറണ്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിലിനൊരു പ്രത്യേകത ഉണ്ട്. ഈ കോയിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും. അതായത് ഒരു മാഗ്നറ്റായിട്ട് മാറും. ഒരു ബാർ മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോർത്ത് പോള്, സൗത്ത് പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗ്നറ്റിക് പോള്, ഒരു മാഗ്നറ്റിക് ബാർ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഇത് എന്തായി മാറും, ഇവിടെ നോർത്ത് സൈഡും ഇവിടെ സൗത്ത് സൈഡായി മാറും. അതായത് ഈ സോളിനോയിഡ് ഒരു മാഗ്നറ്റായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്, ഒരു കോയിലിലൂടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ കോയിൽ എന്തായി മാറും, മാഗ്നറ്റായി മാറും. ആ
കോയിൽ നമുക്ക് എന്ത് വിളിക്കാം? സോളിനോയിഡ് എന്ന് വിളിക്കാം. സോ സമ്മറൈസ് ചെയ്ത് പറയാം, ഒരു സോളിനോയിഡിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോളിനോയിഡ് ഒരു കാന്തമായി മാറും, ഒരു മാഗ്നറ്റായി മാറും. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത്. നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ ഇത് കൃത്യമായി ഒരു കട്ട് സെക്ഷൻ വ്യൂ ആണ്. അതായത് ഒരു ഹാഫായിട്ടാണ് മുറിച്ച് വിചാരിച്ചു. മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഹാഫായിട്ട് മുറിച്ചു. ഹാഫായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഈ കോയിൽ ആക്ച്വലി ഇങ്ങനെ ഡോട്ട് അല്ല, ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ നോക്കിക്കോ, ഇത് ആക്ച്വലി ഈ ഭാഗം ആക്ച്വലി ഇങ്ങനെ കോയിലാണ്. ഓക്കെ, കോയിലാണ്. ഈ കോയിലിൻ്റെ ഉള്ളിലാണ് ആരിയിരിക്കുന്നത്? ഈ പ്ലഞ്ചർ ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നേരെ മുറിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണില്ല? ഈ ഒരു കോയിലിൻ്റെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഭാഗം, കോയിലിൻ്റെ ഈ പോർഷൻ കാണില്ല. നമുക്ക് എന്തേ കാണുള്ളൂ? ഈ പോയിന്റ് അതിനെ കാണുള്ളൂ അത് മുറിക്കുമ്പോൾ. ഇത് ഡ്രോയിങ്ങിൻ്റെ ഭാഗമാണ്, നിങ്ങളതിനെ മനസ്സിലാക്കി വെക്കുക. എനിക്ക് അത് പറഞ്ഞു തരുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. നമ്മുടെ ഈ ഒരു ഡോക്യുമെൻ്റ് വെച്ച് പറഞ്ഞു തന്നതിൽ കുറച്ച് പരിമിതി ഉണ്ട്. എന്നിരുന്നാലും നിങ്ങൾ അതിൻ്റെ നിങ്ങളൊക്കെ ഡ്രോയിങ്സൊക്കെ വരച്ച ആൾക്കാരാണ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പഠിച്ച ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു സ്പ്രിങ്, ഇതൊരു സ്പ്രിങ് ആണെന്ന് വിചാരിച്ചോ. കോയിൽ ഒരു സ്പ്രിങ്ങിൻ്റെ ഷേപ്പിലാണല്ലോ. ഇതങ്ങ് മുറിച്ച് കഴിഞ്ഞാൽ എവിടെ കാണുള്ളൂ? ഈ പോയിൻറ്റേ കാണുള്ളൂ. അതേപോലെ ഈ പോയിൻറ്റേ കാണുള്ളൂ. ഈ പോയിൻറ്റ് അത് ആ പോയിൻറ്റുകളാണ് ഈ ഡോട്ട് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ആക്ച്വലി എങ്ങനെയാണ്? ഇതേ രൂപത്തിലാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ പ്ലഞ്ചർ ഇരിക്കുന്നത്. അതായത് ഈ പ്ലഞ്ചർ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് കട്ട് സെക്ഷണൽ വ്യൂ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ വരക്കാൻ പറ്റുള്ളൂ 2D. അപ്പോൾ ഞാൻ അതിൻ്റെ ഡ്രോയിങ് സെക്ഷനിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. നിങ്ങൾ എന്ത് മനസ്സിലാക്കി വെക്കുക? ഇത് ഇവിടെ ഡോട്ട് കൊടുത്തത് ഒരു കോയിലാണ്, ഒരു സ്പ്രിങ് പോലെയുള്ള ഭാഗമാണ്. സ്പ്രിങ് എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ, എക്സാമിന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ഓക്കെ, കോയിൽ എന്നുള്ള വാക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ ഈ കോയിലിലേക്ക് ഈ കോയിൽ നമുക്ക് ഇനി പേര് വിളിക്കാം, എന്താ? സോളിനോയിഡ് കോയിൽ എന്ന് വിളിക്കാം. ഈ സോളിനോയിഡ് കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുകയാണ്, ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുക്കുകയാണ്. സോളിനോയിഡിലേക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ സോളിനോയിഡ് മാഗ്നറ്റായി മാറും. നമ്മൾ പഠിച്ചു അല്ലേ? സോളിനോയിഡിൻ്റെ ആ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. അങ്ങനെ ഈ സോളിനോയിഡ് കോയിലെങ്ങാനും മാഗ്നറ്റായി മാറിക്കഴിഞ്ഞാൽ ഈ പ്ലഞ്ചർ ഒരു അയൺ എലമെൻ്റ് ആണ്, ഒരു ഇരുമ്പ് ലോഹമാണ്, ഇരുമ്പെന്ന ലോഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സോളിനോയിഡിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ സോളിനോയിഡ് കാന്തമായി മാറിക്കഴിഞ്ഞാൽ ഈ കാന്തം ഇരുമ്പിനെ ആകർഷിക്കും, അട്രാക്റ്റ് ചെയ്യും. സോ ഈ അയൺ എലമെൻ്റ് ആയിട്ടുള്ള പ്ലഞ്ചർ മുകളിലേക്ക് ഉയരും. ഓക്കെ, ഇനി ഇപ്പോൾ ഇതിൽ ഇലക്ട്രിക്കൽ സപ്ലൈ ഉണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ സപ്ലൈ വരുമ്പോൾ മാത്രമേ സോളിനോയിഡ് കാന്തമായി മാറുള്ളൂ. ആ ഇലക്ട്രിക്കൽ സപ്ലൈ അങ്ങോട്ട് പിൻവലിച്ചാലോ ഈ സോളിനോയിഡ് ഡീമാഗ്നറ്റൈസ്ഡ് ആവും. ഡീമാഗ്നറ്റൈസ്ഡ് മീൻസ് അതിൻ്റെ കാന്തിക ശക്തി നഷ്ടപ്പെട്ട് സാധാ ആ സോളിനോയിഡിൻ്റെ എലമെൻ്റ് എന്താണോ ആ എലമെൻ്റായി മാറും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക്കൽ സപ്ലൈ എങ്ങാനും ഓഫാക്കി കഴിഞ്ഞാൽ, വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സോളിനോയിഡ് മാഗ്നറ്റിക് സ്വഭാവം ഉപേക്ഷിക്കും. അതായത് ഡീമാഗ്നറ്റൈസ് ആയി മാറും, മാഗ്നറ്റ് അല്ലാത്തൊരവസ്ഥയായി മാറും. അപ്പം കാന്തിക ശക്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലഞ്ചർ മുകളിലേക്ക് ഉയരാൻ കാരണം എന്താ? സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാരണമായിരുന്നു. ഇലക്ട്രിക്കൽ സപ്ലൈ കട്ട് ചെയ്തപ്പോൾ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. അപ്പോൾ മുകളിലേക്ക് പോയ ഈ പ്ലഞ്ചർ എങ്ങോട്ട് വരും? താഴേക്ക് വരും. താഴേക്ക് വരാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, പ്ലഞ്ചറിൻ്റെ ഓൺ വെയിറ്റ് പറഞ്ഞാൽ ആ പ്ലഞ്ചറിൻ്റെ വെയിറ്റ് മൂലം ഓട്ടോമാറ്റിക്കലി താഴേക്ക് വരും. നമുക്കറിയാം, ഭൂമിയിൽ ഏതൊരു വസ്തു മുകളിലേക്ക് ഇട്ടാലും അല്ലെങ്കിൽ മുകളിലുള്ള ഏതൊരു വസ്തു ഓട്ടോമാറ്റിക്കലി എന്ത് വരും? താഴേക്ക് വരും. എന്താ കാരണം? അതിൻ്റെ വെയിറ്റ് മൂലം ഭൂമി അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ അട്രാക്ഷൻ മൂലമാണ് അവിടെ വെയിറ്റ് ഉണ്ടാകുന്നത്. ആ വെയിറ്റ് മൂലം ഏതൊരു വസ്തു താഴേക്ക് വരും. അതേപോലെ തന്നെ ഈ പ്ലഞ്ചറിന് വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? താഴേക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ എന്ത് കൊടുക്കാം? ഈ ഭാഗത്തൊരു സ്പ്രിങ് കൊടുക്കാം. സ്പ്രിങ് കൊടുത്താലുള്ള മെച്ചമെന്ന് ആലോചിച്ച് നോക്കുക. ഈ പ്ലഞ്ചർ മുകളിലേക്ക് വരുമ്പോൾ ഈ സ്പ്രിങ് അങ്ങ് കംപ്രസ്ഡ് ആവും അല്ലേ? ഇനി ഇവിടുത്തെ ഈ സോളിനോയിഡിൻ്റെ കാന്തിക ശക്തി പോയി കഴിഞ്ഞാൽ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? പ്ലഞ്ചറിനെ താഴോട്ട് മൂവ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഈ ഫിഗറിൽ ഇവിടെ സ്പ്രിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ? സ്പ്രിങ്ങിൻ്റെ 3 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഫിഗറിൽ എന്ത് കൊടുത്തിട്ടില്ല? സ്പ്രിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ സെൽഫ് വെയിറ്റിലോ അല്ലെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ മൂലം എന്ത് ചെയ്യും? ഈ പ്ലഞ്ചറിനെ, ഈ സോളിനോയിഡ് കോയിൽ ഡീമാഗ്നറ്റൈസ്ഡ് ആവുന്ന സമയത്ത് പ്ലഞ്ചർ താഴേക്ക് വരും.
ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി ഇവിടെ ഈ പ്ലഞ്ചർ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ പ്ലഞ്ചറിൻ്റെ താഴ്ഭാഗത്തൊരു വാൾവ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കോണിക്കൽ ഷേപ്പിൽ ഒരു വാൾവ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലഞ്ചർ മുകളിലേക്ക് ലിഫ്റ്റ് ആകുമ്പോൾ ഈ വാൾവ് എലമെൻറ്റ് അല്ലെങ്കിൽ വാൾവ് എന്ത് ചെയ്യും, ഈ വാൾവ് സീറ്റിൽ നിന്നും മുകളിലേക്ക് ഉയരും. അങ്ങനെ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് ഇൻലെറ്റിലൂടെ കയറി ഇവിടെ വന്ന് നിൽക്കായിരിക്കും. അപ്പോൾ ഈ വാൾവ് മുകളിലേക്ക്, ഈ പ്ലഞ്ചർ മുകളിലേക്ക് പോകുന്തോറും വാൾവ് മുകളിലേക്ക് വന്നാൽ ഇതുവഴി ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും, ഔട്ട്ലെറ്റിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും അല്ലേ. ഇനി ഈ പ്ലഞ്ചർ ഇവിടെ എന്ന് വിചാരിക്കുക, ലിഫ്റ്റ് ചെയ്ത് ഇവിടെയാണ്, താഴേക്ക് വരുന്ന സമയത്ത് ഈ വാൾവ് എന്ത് ചെയ്യും, മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ഈ വാൾവ് സീറ്റിൽ അത് പൊസിഷൻ ചെയ്ത് നിൽക്കും. ആ സമയത്ത് ഈ ഫ്ലോ പാത്ത് ക്ലോസർ ആവും. ക്ലോസർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇൻലെറ്റിലൂടെ ഫ്ലൂയിഡ് എന്ത് ചെയ്യില്ല, ഔട്ട്ലെറ്റിലേക്ക് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വാൾവ് മുകളിലേക്ക് ഉയരുമ്പോൾ ഓപ്പൺ ആണ്, താഴേക്ക് വരുമ്പോൾ അത് ക്ലോസ്ഡ് ആണ്. ഈ വാൾവിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കാരണം ആരാണ്? പ്ലഞ്ചർ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുമ്പോഴാണ്. ഈ പ്ലഞ്ചർ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത് എന്താ കാരണം? സോളിനോയിഡ് മാഗ്നറ്റായി മാറുമ്പോൾ ഈ പ്ലഞ്ചറിനെ അട്രാക്ട് ചെയ്യും, മുകളിലേക്ക് പോകും. സോളിനോയിഡ് ഡീമാഗ്നറ്റ് ആകുമ്പോൾ, അതായത് ഡീമാഗ്നറ്റൈസർ എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നറ്റിക് സ്വഭാവം നഷ്ടപ്പെടാം. അങ്ങനെ ഡീമാഗ്നറ്റൈസർ ആകുമ്പോൾ സോളിനോയിഡിൻ്റെ കാന്തിക സ്വഭാവം നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും മുകളിലേക്ക് ഉയർന്ന പ്ലഞ്ചർ സ്പ്രിങ്ങിൻ്റെ സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ സ്പ്രിങ്ങിൻ്റെ വെയിറ്റ് മുഖാന്തരോ താഴേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സോളിനോയിഡ് എന്നുള്ള പ്രിൻസിപ്പിളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോളിനോയിഡ് എന്ന ഒരു കോയിലാണ്. ആ കോയിലിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ആ കോയിൽ എനർജൈസർ ആവും. എനർജൈസർ ആയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, ആ കോയിൽ ഒരു മാഗ്നറ്റായി മാറും. ഇനി ഇലക്ട്രിക്കൽ സപ്ലൈ നമ്മളണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞു, ഒഴിവാക്കി, അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് വിചാരിച്ചു. അങ്ങനെ ഇലക്ട്രിക്കൽ സപ്ലൈ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ സോളിനോയിഡ് ഡി എനർജൈസർ ആവും. ഡി എനർജൈസർ ആവുക മീൻസ് അതിൻ്റെ മാഗ്നറ്റിക് സ്വഭാവം, മാഗ്നറ്റിക് പ്രോപ്പർട്ടി പിന്നെ കാണിക്കില്ല, അതായത് പിന്നെ അത് മാഗ്നറ്റ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇലക്ട്രിക്കൽ സപ്ലൈ പാസ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റ് ആവാനും ഇലക്ട്രിക്കൽ സപ്ലൈ ഒഴിവാക്കുന്ന സമയത്ത് ആ മാഗ്നറ്റിക് സ്വഭാവം ഒഴിവാക്കാനും ഉള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി എന്ത്, സോളിനോയിഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സോളിനോയിഡിൻ്റെ ആ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റ് ആവാനുള്ള പ്രോപ്പർട്ടി, ഇലക്ട്രിസിറ്റി ഒഴിവാക്കുമ്പോൾ ഡീമാഗ്നറ്റ് ആവാനുള്ള അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്വഭാവം ഒഴിവാക്കാനുള്ള ആ പ്രോപ്പർട്ടി, അതാണ് സോളിനോയിഡ്. ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഈ ഫ്ലോ കൺട്രോൾ വാൾവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോളിനോയിഡ് വാൾവ് എന്നുള്ളത് ഒരു പുതിയ ടൈപ്പ് ഓഫ് വാൾവ് അല്ല. അപ്പോൾ ഈ ഒരു വാൾവ് എലമെൻറ്റ് മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ഓപ്പണിംഗ് സംഭവിക്കുന്നു, താഴേക്ക് വരുമ്പോൾ അത് ക്ലോസിങ് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ മുന്നേ പഠിച്ച ഗേറ്റ് വാൾവിലൊക്കെ ഈ സെയിം വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ഈ വാൾവിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും പോസിബിൾ ആവുന്നത് സോളിനോയിഡ് എന്നുള്ള പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഈ വാൾവിന് നമ്മൾ സോളിനോയിഡ് വാൾവ് എന്ന് പറയുന്നത്. ഈ വാൾവ് ന്യൂമാറ്റിക്സിലും ഹൈഡ്രോളിക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഫിഗർ ഇനി രണ്ടാമത് പറയണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഡോട്ടായിട്ടുള്ള ഈ സോളിനോയിഡ് കോയിലാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ സെൻറ്ററിലൂടെ പോകുന്ന ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ പ്ലഞ്ചറാണ്. ഈ പ്ലഞ്ചറാണ് ഇവിടെ പ്ലഞ്ചറിൻ്റെ കംപ്ലീറ്റ് ഫിഗർ ഇല്ല. പ്ലഞ്ചറിനെ ഈ താഴെ വെച്ച് മുറിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതാണിത്. ഈ വാൾവ് എലമെൻറ്റ് ഇവിടെ ഇല്ല എന്നർത്ഥം. ഇതൊരു സ്പ്രിങ് ആണ്. ഈ കോയിലിലൂടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് മാഗ്നറ്റായി മാറും. ഈ സ്പ്രിങ്ങിനെ ഈ പ്ലഞ്ചറിന് മുകളിലേക്ക് വലിക്കും. ഈ മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ഈ സ്പ്രിങ് ഇവിടെ ചുരുങ്ങും. ഓക്കെ, ഇനി ഈ കോയിലിൻ്റെ എനർജി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, കാന്തല്ലാത്തൊരവസ്ഥയായി കഴിഞ്ഞാൽ, ഈ ചുരുങ്ങിയ കംപ്രസറായി നിൽക്കുന്ന സ്പ്രിങ് എന്ത് ചെയ്യും, പ്ലഞ്ചറിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയാണ്. ഈ ഫിഗറിൽ ഇങ്ങനെയാണ്, ഈ ഫിഗറിൽ എങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഓക്കെ, ഈ മൂവ്മെൻറ്റ് മുഖാന്തരമാണ് അവിടെ വാൾവ് ക്ലോസിങ് ആൻഡ് വാൾവ് ഓപ്പണിംഗ് ഓപ്പറേഷൻസ് കൃത്യമായിട്ട് നടന്ന് ഹൈഡ്രോളിക്സിലും ന്യൂമാറ്റിക്സിലൊക്കെ നമുക്ക് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ സാധ്യമാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വിശദീകരിക്കുന്ന ഒരു നോട്ട് ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക. സോളിനോയിഡ് ഈസ് എ കോയിൽ വിത്ത് അയൺ പ്ലഞ്ചർ ഇൻസൈഡ് ഇറ്റ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കോയിലാണ്, അതിൻ്റെ ഉള്ളിൽ ആരുണ്ട്, ഒരു പ്ലഞ്ചർ ഉണ്ട്. ഈ വാൾവ് റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. സിംപ്ലി സോളിനോയിഡ് പറഞ്ഞാൽ കോയിൽ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നമ്മൾ ഈ വാൾവിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് സോളിനോയിഡിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം, സോളിനോയിഡ് ഈസ് എ കോയിൽ വിത്ത് അയൺ പ്ലഞ്ചർ ഇൻസൈഡ് ഇറ്റ്. അതിൻ്റെ ഉള്ളിലൊരു ഇരുമ്പിൻ്റെ പ്ലഞ്ചർ അതിൻ്റെ ഉള്ളിലുണ്ട്. എന്താ ബാക്കിയുള്ള ഭാഗം എന്താ, വെൻ
When solenoid valve is magnetized by giving supply of current, the plunger is pulled up. അതായത് സോളിനോയിഡ് വാൾവ് മാഗ്നറ്റൈസ് ചെയ്യും എങ്ങനെ? ഗിവിങ് സപ്ലൈ ഓഫ് കറണ്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന സമയത്ത് സോളിനോയിഡ് വാൾവ് മാഗ്നറ്റൈസ് ആയി മാറും, അതായത് മാഗ്നറ്റായി മാറും. ആ സമയത്ത് പ്ലഞ്ചർ എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. ഓക്കെ, ഈ ഉയർച്ച, ദിസ് ലിഫ്റ്റ് ദ വാൾവ് ഫ്രം ദ സീറ്റ് ആൻഡ് അലോ ദ ഓയിൽ ടു ഫ്ലോ. ഇങ്ങനെ ഈ ഉയർച്ച എന്തിന് കാരണമാവും? വാൾവ് സീറ്റിൽ നിന്നും ഉയരാനും അതുവഴി ഓയിലിൻ്റെ ഫ്ലോ സാധ്യമാവാനും സാധിക്കും. അതായത് അവിടെ വാൾവ് ഓപ്പൺ ആവും. ഇനി രണ്ടാമത്, വെൻ ദ കോയിൽ ഈസ് ഡി എനർജൈസ്ഡ്. വെൻ ദ കോയിൽ ഈസ് ഡി എനർജൈസ്ഡ് എന്ന് പറഞ്ഞാൽ കോയിലിൽ ഇപ്പോൾ എനർജി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ കൊടുത്തത്? ഇലക്ട്രിസിറ്റിയാണ് കൊടുത്തത്. ആ ഇലക്ട്രിസിറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ, അതാണ് ഡി എനർജൈസ്ഡ് എന്നുള്ള വാക്കിയിട്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇലക്ട്രിസിറ്റി ഓഫായി കഴിഞ്ഞാൽ ഡി എനർജൈസിങ് എങ്ങനെയാണ്? ബൈ സ്വിച്ചിങ് ഓഫ് ദ പവർ സപ്ലൈ. പവർ സപ്ലൈ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എനർജൈസിങ് സംഭവിക്കും അല്ലേ? അങ്ങനെ ഡി എനർജൈസിങ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും എന്താ? കറണ്ട് കൊടുത്തപ്പോൾ, ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോൾ കാന്തമായി മാറിയ സോളിനോയിഡ് കാന്തമല്ലാത്തൊരവസ്ഥയ്ക്ക് മാറും, മാഗ്നറ്റ് അല്ലാത്തൊരവസ്ഥയ്ക്ക് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ദ പ്ലഞ്ചർ കംസ് ഡൗൺ. പ്ലഞ്ചർ താഴേക്ക് വരും. എങ്ങനെ? ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ്. ഇറ്റ്സ് ഓൺ എന്നല്ല, ഒ എന്നല്ല, OWN ആണ് കേട്ടോ, മിസ്റ്റേക്കാണ്. OWN, ഓൺ. ഓക്കെ, സ്വന്തം വെയിറ്റ് കൊണ്ട് അല്ലെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കൊണ്ടായിരിക്കും ഈ പ്ലഞ്ചർ എന്ത് ചെയ്യാൻ? താഴേക്ക് വരിക. പ്ലഞ്ചർ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ വാൾവ് എന്ത് ചെയ്യും? ക്ലോസ്ഡ് ആവും. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്, സോളിനോയിഡ്സ് ആർ യൂസ്ഡ് ഇൻ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ടു കൺട്രോൾ ഫ്ലൂയിഡ് ഫ്ലോ. ഫ്ലൂയിഡിൻ്റെ ഫ്ലോനെ നിയന്ത്രിക്കാൻ വേണ്ടി ന്യൂമാറ്റിക്സിലും ഹൈഡ്രോളിക്സിലും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? സോളിനോയിഡ് വാൾവ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോളിനോയിഡ് വാൾവ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, സോളിനോയിഡ് വാൾവ് നിരന്തരം എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു കാരണവശാലും സോളിനോയിഡ് വാൾവിനെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ കാണരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് പാർട്ട് സിയിലും പാർട്ട് ബിയിലൊക്കെ ചോദിച്ച് കാണുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡോട് എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് കിട്ടുകയാണെങ്കിൽ അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? അത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.